ആധാറിന് നിയന്ത്രണങ്ങളോടെ സുപ്രീം കോടതിയുടെ അംഗീകാരം. ഭൂരിപക്ഷ വിധിന്യായം ആധാറിന് ഭരണഘടനാ സാധുതയുണ്ടെന്ന് പ്രസ്താവിച്ചപ്പോൾ ആധാറുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ചിലത് റദ്ദാക്കുകയും ചെയ്തു. ആധാർ ഇല്ലാത്തതിന്റെ പേരിൽ പൗരാവകാശങ്ങൾ ലംഘിക്കരുതെന്ന് പറഞ്ഞ കോടതി ബാങ്ക് അക്കൗണ്ടുകൾക്കും മൊബൈൽ കണക്ഷനും ആധാർ നിർബന്ധമില്ലെന്ന് വ്യക്തമാക്കി. സ്വകാര്യ കമ്പനികൾക്ക് വിവരം നൽകേണ്ടതില്ലെന്നും കോടതി. എന്നാൽ പാൻ കാർഡിന് ആധാർ നിർബന്ധമെന്നും കോടതി. 5 ജഡ്ജിമാരിൽ 4 പേരും ആധാറിന് ഭാഗികമായി അംഗീകാരം നൽകിയപ്പോൾ ആധാറിന് ഭരണഘടനാ സാധുതയില്ലെന്ന് DY ചന്ദ്രചൂഡ് ന്യൂനപക്ഷ വിധിന്യായം എഴുതി. 5 അംഗ ബെഞ്ചിൽ 4 ജഡ്ജിമാരും ആധാറിന് ഭരണഘടനാ സാധുതയുണ്ടെന്ന് വ്യക്തമാക്കി വിധിയെഴുതി. ആധാറുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വ്യവസ്ഥകളിലും നിയമങ്ങളിലും നിയന്ത്രണങ്ങളോടെയാണ് വിധി. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, AM ഖാൻവിൽക്കർ എന്നിവർക്ക് കൂടി വേണ്ടി ജസ്റ്റിസ് AK സിക്രി ഒറ്റ വിധിയാണ് വായിച്ചത്. ആധാർ ഇല്ലാത്തതിന്റെ പേരിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നിഷേധിക്കരുതെന്ന് വ്യക്തമാക്കിയ കോടതി ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ എന്നിവയ്ക്ക് ആധാർ ലിങ്ക് ചെയ്യേണ്ടതില്ലെന്ന് ഉത്തരവിട്ടു. CBSE, UGC, നീറ്റ് പരീക്ഷകൾക്ക് ആധാർ വേണ്ട. ആധാർ ഇല്ലെന്ന പേരിൽ കുട്ടികൾക്ക് ആനുകൂല്യം നിഷേധിക്കരുത്. സ്കൂളുകളിൽ ആധാർ നിർബന്ധമല്ല. കുട്ടികളുടെ ആധാർ വിവരം ശേഖരിക്കാൻ രക്ഷിതാക്കളുടെ അനുമതി വേണമെന്നും കോടതി ഉത്തരവിട്ടു. സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ രാജ്യത്തെ പൗരന്മാർക്ക് വലിയ ആശ്വാസമാണ്. So this is a very major relief that citizens have got. ആധാർ നിയമത്തിലെ നിർണായകമായ ചില വകുപ്പുകൾ കോടതി റദ്ദാക്കി. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആധാർ വിവരങ്ങൾ നൽകാമെന്ന 33-ാം വകുപ്പിലെ 2-ാം ഉപവകുപ്പ്, സ്വകാര്യ വ്യക്തികൾക്ക് ആധാർ വിവരങ്ങൾ ലഭ്യമാക്കുന്ന 57-ാം വകുപ്പ്, ആധാർ വിവരങ്ങൾ ചോർത്തപ്പെട്ടാലും പരാതി നൽകാൻ സാധിക്കാത്ത 40 അനധികൃത കുടിയേറ്റക്കാർക്ക് ആധാർ നൽകരുത്. ഇൻകം ടാക്സ് റിട്ടേൺസ് ആധാറുമായി ലിങ്ക് ചെയ്യണം എന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. 5 അംഗ ബെഞ്ചിൽ DY ചന്ദ്രചൂഡ് ആധാറിന് ഭരണഘടനാ സാധുതയില്ലെന്ന് വിധിയെഴുതി. ആധാർ ധനബില്ലായി അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ വിധിയിൽ ചന്ദ്രചൂഡ് വിമർശിച്ചു. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും നിബന്ധനകളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമോ? നടപ്പിലാക്കുമെങ്കിൽ എങ്ങനെ? ബാങ്ക് അക്കൗണ്ടും മൊബൈൽ നമ്പറും ആധാറുമായി ബന്ധിപ്പിച്ച രാജ്യത്തെ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ആധാറിന് നിയന്ത്രണങ്ങളോടെ അംഗീകാരം നൽകി നിരവധി നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി നടത്തിയത്. 1448 പേജുള്ള വിധിന്യായത്തിൽ ആധാർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് ആധാർ ഒരാൾക്ക് വ്യക്തിത്വം നൽകുന്നു, ആധാർ വ്യക്തിയെ 12 അക്കങ്ങളിലേക്ക് ചുരുക്കുന്നു തുടങ്ങിയ യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും വ്യത്യസ്ത നിരീക്ഷണങ്ങളാണ് ആധാർ കേസിൽ സുപ്രീം കോടതി നടത്തിയത്. ആധാർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശാക്തീകരണത്തിനാണെന്നും അതൊരാൾക്ക് വ്യക്തിത്വം നൽകുന്നുവെന്നും ഭൂരിപക്ഷ വിധിന്യായം പുറപ്പെടുവിച്ച 3 ജഡ്ജിമാർ നിരീക്ഷിച്ചു. ഞങ്ങൾ ഭൂരിപക്ഷം ജനങ്ങളുടെ താൽപര്യം അംഗീകരിച്ചാണ് വിധിയെഴുതിയതെന്നും ആധാറിന് ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കാൻ ഇടയില്ലെന്നും ദീപക് മിശ്ര, AM ഖാൻവിൽക്കർ, AK സിക്രി എന്നിവർ പറഞ്ഞു. ആധാർ സ്വകാര്യതയെ ലംഘിക്കുന്നുവെന്ന വാദത്തിന് കുറച്ചു വിവരങ്ങൾ മാത്രമേ ആധാർ ശേഖരിക്കുന്നുള്ളൂ എന്നാണ് കോടതിയുടെ മറുപടി. ആധാറിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ ഈ വിധിന്യായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തി വിധിയെഴുതിയ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തിയെ 12 അക്കങ്ങളിലേക്ക് ചുരുക്കുകയാണ് ആധാർ എന്ന് കുറ്റപ്പെടുത്തി. ബയോമെട്രിക് വിവരങ്ങൾ അടക്കം ടെലികോം കമ്പനികൾ വ്യക്തികളിൽ നിന്ന് ശേഖരിച്ച എല്ലാ വിവരങ്ങളും മായ്ച്ചു കളയണമെന്നും അദ്ദേഹം വിധിച്ചു. വ്യക്തിയുടെ സ്വകാര്യതയെ ആധാർ ഇല്ലാതാക്കുന്നുവെന്ന DY ചന്ദ്രചൂഡിന്റെ നിരീക്ഷണം ഭൂരിപക്ഷത്തിന്റെ പിന്തുണ നേടിയില്ലെങ്കിലും നിർണായകമായ നിരീക്ഷണമായി. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. പട്ടിക വിഭാഗങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിൽ സംവരണം നൽകാനുള്ള മാനദണ്ഡങ്ങൾ പുനർപരിശോധിക്കില്ലെന്ന് സുപ്രീം കോടതി. 2006-ലെ നാഗരാജ് കേസിലെ വിധി പുനർപരിശോധിക്കേണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസ് സുപ്രീം കോടതി 7-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടേണ്ടതില്ലെന്നുമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചിന്റെ ഉത്തരവ്. സ്ഥാനക്കയറ്റത്തിൽ സംവരണം നൽകാൻ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന വിധി പുനർപരിശോധിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയത്. സ്വകാര്യ കമ്പനികൾക്ക് ആധാർ വിവരങ്ങൾ നൽകുന്നതിന് സുപ്രീം കോടതി കൊണ്ടുവന്ന വിലക്ക് നീക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. പുതിയ നിയമം ഉണ്ടാക്കുമെന്ന് സൂചന നൽകി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ? ആനന്ദ്, 2016 മാർച്ച് 11 ലോക്സഭയിൽ മണിബില്ലായി ഈ ആധാർ നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നതും. എന്തായാലും വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചട്ടം സ്വകാര്യ കോർപ്പറേറ്റ് ഫോൺ കമ്പനികൾക്കും സ്വകാര്യ ബാങ്കുകൾക്കും അടക്കം
ബയോമെട്രിക് വിവരങ്ങൾ നൽകാൻ സർക്കാരിന് കഴിയുന്ന ചട്ടം 57 എടുത്തു കളഞ്ഞത് കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചട്ടം സുപ്രീം കോടതി റദ്ദാക്കിയത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ നിയമ പിൻബലം വേണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്ന് അരുൺ ജെയ്റ്റ്ലി സൂചിപ്പിക്കുകയും ചെയ്തു. ഡൽഹിയിൽ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയത്തെ കേന്ദ്ര സർക്കാരിന്റെ നിയമസഹായത്താൽ ഈ വർഷം മാത്രം 62 മില്യൺ ആധാർ വിവരങ്ങൾ ജിയോ ഫോൺ അടക്കമുള്ളവയ്ക്ക് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി ഇത് എങ്ങനെ തിരിച്ചെടുക്കുമെന്ന ചോദ്യങ്ങളൊക്കെ ശക്തമായി വരുന്നു. പ്രതിപക്ഷമാകട്ടെ ഈ സുപ്രീം കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടി എടുത്തു പറഞ്ഞ് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർലമെന്റിൽ വീണ്ടും ഒരു നിയമം കൊണ്ടുവരിക എന്നത് NDAയ്ക്കുള്ളിൽ തർക്കം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും സർക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നോക്കിക്കാണണം. പക്ഷെ എന്നാലും ജെയ്റ്റ്ലി അതിനുള്ള സൂചനകൾ നൽകിക്കഴിഞ്ഞു. വ്യക്തമാണ്. സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യാമെന്ന് സുപ്രീം കോടതി. ഇതിനായുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകി. പ്രധാന കേസുകളിലെ നടപടികൾ സംപ്രേഷണം ചെയ്യാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തീരുമാനം പൊതു താൽപര്യം മുൻനിർത്തിയാണെന്നും തത്സമയ സംപ്രേഷണം കോടതിയുടെ സുതാര്യതയ്ക്ക് വഴിയൊരുക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. അഭിഭാഷകയായ ഇന്ദിരാ ജയ്സിംഗ്, നിയമവിദ്യാർത്ഥി സ്നേഹിൽ ത്രിപാഠി തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4796 കോടി രൂപ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നേരത്തെ ഇതേ ആവശ്യത്തോട് അനുകൂലമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ച കേരളത്തിന്റെ നിവേദനം കൈമാറുന്നതിന് വേദിയായി. അടുത്ത മാസം 2 മുതൽ KSRTC ജീവനക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം ഹൈക്കോടതി വിലക്കി. ഉപഭോക്തൃ സംഘടന സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. KSRTC പൊതുസേവന സംവിധാനമാണെന്നും സമരം യാത്രാക്ലേശം ഉണ്ടാക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സെന്റർ ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറമാണ് സമരം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക, അശാസ്ത്രീയമായ ഡ്യൂട്ടി പരിഷ്കാരം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ബിഷപ്പിനെതിരായ അനുബന്ധ കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ ശ്രമിച്ച ഫാദർ ജെയിംസ് എർത്തയിൽ ചിത്രം പ്രചരിപ്പിച്ച മിഷണറീസ് ഓഫ് ജീസസ് PRO സിസ്റ്റർ അമല എന്നിവർക്കെതിരായ കേസാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. അതേസമയം അന്വേഷണ സംഘത്തിനെതിരെ ശക്തമായ വിമർശനവുമായി മിഷണറീസ് ഓഫ് ജീസസ് രംഗത്തെത്തി. CMI വൈദികനായ ജെയിംസ് എർത്തയിൽ പരാതിക്കാരിക്കൊപ്പം മഠത്തിലുള്ള കന്യാസ്ത്രീയെ ഫോണിൽ വിളിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ബിഷപ്പിനെതിരായ പരാതി പിൻവലിച്ചാൽ 10 ഏക്കർ ഭൂമിയും 1 മഠവും നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു എർത്തയിലിന്റെ വാഗ്ദാനം. ഫോൺ സംഭാഷണം പുറത്തായതോടെ ജെയിംസ് എർത്തലിനെതിരെ കേസെടുക്കുകയും പാലാ കോടതിയിൽ കീഴടങ്ങി ജാമ്യം നേടുകയും ചെയ്തിരുന്നു. കന്യാസ്ത്രീയുടെ ചിത്രം പുറത്തുവിട്ടതിനാണ് മിഷണറീസ് ഓഫ് ജീസസ് PRO സിസ്റ്റർ അമരയ്ക്കെതിരെ കേസെടുത്തത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കുറവിലങ്ങാട് പോലീസിന് മുൻപിൽ ഹാജരാകണമെന്ന് അറിയിച്ചുകൊണ്ട് സിസ്റ്റർ അമലയ്ക്ക് കഴിഞ്ഞ ദിവസം പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. ഫാദർ ജെയിംസ് എർത്തലിനെതിരെയും സിസ്റ്റർ അമലയ്ക്കെതിരെയുമുള്ള കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. വൈക്കം ഡിവൈഎസ്പിക്ക് മറ്റു കേസുകൾ തീർക്കാനുണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അതിനിടെ ബിഷപ്പിനെതിരായ കേസിൽ അന്വേഷണ സംഘത്തിനെതിരെ വിമർശനവുമായി മിഷണറീസ് ഓഫ് ജീസസ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. തങ്ങളെ മനഃപൂർവ്വം കരുവാക്കുകയാണെന്നും ഭീഷണിപ്പെടുത്തിയും മാനസികമായി സമ്മർദ്ദത്തിലാക്കിയും ബിഷപ്പിനെതിരെ മൊഴി ശേഖരിക്കുകയാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അനുമതിയില്ലാതെ പോലീസ് അർദ്ധരാത്രി വരെ മഠത്തിൽ തെളിവെടുപ്പിന്റെ പേരിൽ ചിലവഴിക്കുന്നത് മഠത്തിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ബിഷപ്പിനു വേണ്ടി കൂട്ടപ്രാർത്ഥന നടത്തുമെന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അതേസമയം PC ജോർജിനെതിരെ കേസെടുക്കണമോ എന്ന കാര്യം കന്യാസ്ത്രീയുടെ മൊഴിയെടുത്ത ശേഷം പോലീസ് തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതിയ ഡിസ്റ്റിലറിയും ബ്രൂവറികളും അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അനുമതി നൽകിയത്. അഴിമതി നടന്നിട്ടില്ല. മദ്യനയത്തിന്റെയും എക്സൈസ് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് എക്സൈസ് വകുപ്പ് പ്രവർത്തിക്കുന്നത്. വകുപ്പിന്റെ പ്രവർത്തനം സുതാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വാഹനാപകടത്തിൽ പരുക്കേറ്റ വയലിൻ മാന്ത്രികൻ ബാലഭാസ്കർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വെന്റിലേറ്ററിൽ തുടരുന്നു. 48 മണിക്കൂറിനുള്ളിൽ ബാലഭാസ്കറിന് ബോധം തെളിയുമെന്നാണ് പ്രതീക്ഷ. സുഷുമ്ന നാഡിക്കും ശ്വാസകോശത്തിനും കഴുത്തിലെ എല്ലിനും ഏറ്റ പരുക്കുകളാണ് പ്രധാന പ്രശ്നം.
ബ്ലഡ് പ്രഷറിലും വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ പുരോഗതി അറിയിക്കാനാവില്ലെന്ന് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഭാര്യ ലക്ഷ്മിയുടെ നിലയിൽ അല്പം പുരോഗതി ഉള്ളതിനാൽ വെന്റിലേറ്ററിൽ നിന്ന് ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്കും ഡ്രൈവർ അർജുനും അരയ്ക്ക് താഴേക്കാണ് പരുക്കുകൾ കൂടുതലുള്ളത്. ഇന്നലെ പുലർച്ചെ പള്ളിപ്പുറത്തിനടുത്തു വെച്ചാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മരിച്ച ബാലഭാസ്കറിന്റെ മകൾ തേജസ്വിനി ബാലയുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്ത് ആയുധധാരികളായ മാവോയിസ്റ്റ് സംഘമെത്തി. മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പതിപ്പിച്ച സംഘം പ്രധാന ഗേറ്റിന് മുൻവശത്ത് സ്ഫോടന വസ്തുവെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ സ്ഥാപിച്ചു. 3 മണിയോടുകൂടിയാണ് സ്ത്രീകളടങ്ങുന്ന 3 അംഗ ആയുധധാരികളായ സംഘം സർവകലാശാല ആസ്ഥാനത്തെത്തിയത്. പ്രധാന ഗേറ്റിനു മുന്നിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പതിപ്പിക്കുകയും ചെയ്തു. CPI മാവോയിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പോസ്റ്ററുകളിൽ മാവോയിസ്റ്റ് പാർട്ടികളുടെ ലയനത്തെ ഉയർത്തിപ്പിടിക്കണമെന്നും പറയുന്നു. പോസ്റ്ററുകൾ പതിപ്പിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പുറത്തിറങ്ങരുതെന്ന് സംഘം പറഞ്ഞതായി ജീവനക്കാരൻ പറയുന്നു. മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങി തിരിച്ചു പോകുമ്പോഴാണ് നൽകിയത്. 3 മണിക്ക് ഒരു 3 പേര്, 2 ആണും 1 പെണ്ണുങ്ങളും. ഒരു തോക്കൊക്കെ ഉണ്ട്, രണ്ടുപേരുടെ അടുത്ത് തോക്കുണ്ടായിരുന്നു. അവർ വന്നിട്ട് ഒരു പെണ്ണുങ്ങളെ നമ്മളെ സെക്യൂരിറ്റി കൗണ്ടറിലെ വാലിലവിടെ പെണ്ണുങ്ങൾ ഇരുന്നായിരുന്നു. ഇതേസമയം പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളോട് തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആവശ്യപ്പെട്ടു. തുടർന്നാണ് സ്ഫോടക വസ്തുവെന്ന് തോന്നിപ്പിക്കുന്ന പെട്ടി ഗേറ്റിന് സമീപത്തായി സ്ഥാപിച്ചത്. ബോംബ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ്. സമീപത്തെ സുഗന്ധ ഗിരിമേഖലയിൽ നേരത്തെ തന്നെ മാവോയിസ്റ്റ് സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. വൈത്തിരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്ന വെറ്റിനറി സർവകലാശാല. ന്യൂസ് ബ്യൂറോ, വയനാട്. പ്രളയ ദുരിത ബാധിതരെ സംരക്ഷിക്കാൻ ഒരു കൈ സഹായവുമായി മാലാഖമാർ. കേരളത്തിലെ സർക്കാർ നഴ്സുമാരാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെ മാതൃകയായി മാറിയിരിക്കുന്നത്. സാലറി ചലഞ്ചിനെതിരെ പ്രതിഷേധിക്കുന്നവർ മനസാക്ഷി നഷ്ടപ്പെട്ടവരെന്നും ഇവർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ 1 മാസത്തെ ശമ്പളം നൽകണമെന്നുള്ളത് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത ഒരു വിഭാഗമാണ് നമ്മുടെ സർക്കാർ നഴ്സുമാർ. എന്തായാലും അവർ ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ നഴ്സുമാരും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അവരുടെ 1 മാസത്തെ ശമ്പളം നൽകിക്കഴിഞ്ഞു. എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വികാരം? മറ്റുള്ള സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ സഹകരിച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്കത്? സർക്കാർ മേഖലയിലെ നഴ്സുമാരുടെ സംഘടന ആദ്യമായി ഈ ദുരിതമുഖത്തുനിന്ന് സാലറി ചലഞ്ച് ഗവൺമെൻറ് പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെ നമ്മൾ ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കാരണം ഈ ദുരന്ത മുഖത്ത് ജോലി ചെയ്യുന്നവർ കൂടെയാണ് ഞങ്ങൾ. നേരിട്ട് നടന്ന് ഈ ദുരന്തം നടന്ന സ്ഥലങ്ങളിലെല്ലാം ക്യാമ്പുകളായിട്ടും മറ്റു സഹായങ്ങളുമായിട്ട് നേരിട്ട് ചെന്ന് അവരുടെ ദുരിതം നേരിട്ട് കണ്ടത് ഞങ്ങൾ മാത്രമാണ് അത്രയും കാണാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ നമുക്ക് അധികം പ്രഷറോ ഒന്നും കൊടുക്കാതെ തന്നെ ഈ ജോലി ചെയ്ത നേഴ്സുമാരൊക്കെ തന്നെ സ്വമേധയെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കെ തന്നെയാണ് സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചത്. അവരൊന്നടങ്കം ഒരാളെയും നമ്മൾ നിർബന്ധപൂർവ്വം ഇതിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യവുമില്ല. ഒന്നടങ്കം തന്നെ ഈ സാലറി ചലഞ്ച്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് എത്ര നഴ്സുമാർ ഇതിലേക്ക് വന്നു? ആലപ്പുഴ ജില്ലയിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് 1000-ഓളം നഴ്സുമാരാണ് ഉള്ളത്. അതിൽ 90% പേരും സ്വമേധയാ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ട് ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ്, അഭിപ്രായത്തോടെ തന്നെയാണ്. നിങ്ങളൊക്കെ പുതിയ പിള്ളേരല്ലേ, അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് കാണാം? ഞങ്ങൾ ഈ പ്രളയം അനുഭവിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന ഒരു വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് സഹായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സാലറി കൊടുത്തത് പോരാതെ അല്ലാതെയും ഞങ്ങൾ ക്യാമ്പുകളിൽ കൊണ്ടുപോയി നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ കൊണ്ടുപോയി സഹായം ചെയ്തവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് സഹായിക്കേണ്ടത് തന്നെയാണ്. കാര്യം നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വം പ്രകടിപ്പിക്കേണ്ട ഒരു അവസരമാണിത്. നമ്മൾ എങ്ങനെ സഹായിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത്. ഇത് പ്രകടമായിട്ട് ചെയ്യുന്നെങ്കിലും അല്ലാത്ത രീതിയിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ പല രീതിയിലും നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹത്തെ. തീർച്ചയായിട്ടും ഇത് ചെയ്യാത്തവരൊരു മനുഷ്യരാണോ എന്ന് ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണ്. പല സർക്കാർ ഉദ്യോഗസ്ഥരും ഇതിനെതിരായിട്ട് ഇപ്പം പലതരത്തിൽ നിയമ നടപടിക്ക് വരെ പോകാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ മുന്നിൽ അവരുടെ ഉള്ളിലുള്ളത് മനുഷ്യരാണോ അല്ലെങ്കിൽ അവരുടെ വികാരം സഹജീവികളോടുള്ള അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സ്വന്തം കൂടപ്പിറപ്പ് അല്ലെങ്കിൽ സ്വന്തം കൂട്ടത്തിലുള്ളവർക്ക് പോലും ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇല്ല ഞങ്ങൾ മാറി നിൽക്കും എന്ന ഒരു കേവലം രാഷ്ട്രീയപരമായ കാരണം മാത്രമാണ്. അവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളല്ല. ഈ കാണിക്കുന്ന പല പക്ഷികളും അത് വെറുതെയാണ്. പക്ഷേ അവരുടെ മുന്നിലുള്ള ഏക വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ഇപ്പം ഭരിക്കുന്ന സർക്കാരിന് അതിൻ്റെ പേരിൽ കൂടുതൽ പേര് കിട്ടുമോ, ഞങ്ങളും കൂടി പൈസ കൊടുത്താൽ സർക്കാരിന് മാത്രം ആ പേര് പോകുമോ, ആ ഒരു രീതി മാത്രമാണ്. അല്ലാതെ സഹജീവികളോടുള്ള എനിക്ക് തോന്നുന്നില്ല അവർക്ക് പ്രത്യേക എതിർപ്പുള്ളതുകൊണ്ടാണെന്ന്. പക്ഷേ ഈ രാഷ്ട്രീയമാണ്. അത് മാറ്റിവെച്ച് മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അവരും കൊടുക്കേണ്ടത് തന്നെയാണ്. അവരും കൊടുക്കും എന്നാണ് നമ്മുടെ വിശ്വാസം.
ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു മാസത്തെ ശമ്പളം മാറ്റിവെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞങ്ങളത് പരിഹരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ദുരിതം ബാധിച്ച ആൾക്കാർ പ്രത്യക്ഷമായും പരോക്ഷമായും ക്യാമ്പുകളിൽ കൂടെയാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴും ആ ദുരിതം ഞങ്ങളാണ് നേരിട്ടത് അറിയുന്നത്, വേറെ ആരേക്കാളും. അതുകൊണ്ട് ഞങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങൾ ഇതോട് സഹകരിക്കും. ഞങ്ങൾ മാത്രമല്ല, മൊത്തം നേഴ്സുമാരെ ഞങ്ങൾ സഹകരിപ്പിക്കും. സർക്കാരിൻ്റെ സാലറി ചലഞ്ചിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു മാതൃകയാക്കേണ്ടതാണ് ഈ നഴ്സുമാരുടെ സേവനത്തിൽ. എന്തായാലും ഇവർ കാണിച്ച ഈ നല്ല പ്രവൃത്തിയെ കേരള സമൂഹം വളരെ വലിയ ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. പീപ്പിൾ എക്സ്ക്ലൂസീവ് ഇടപാടുകാരെ വലച്ച് പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഒരാഴ്ചയിലധികമായി ഇൻഷുറൻസ് പുതുക്കുന്നത് ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നടക്കുന്നില്ല. ഇൻഷുറൻസ് പുതുക്കാനെത്തുന്നവരെ സോഫ്റ്റ്വെയർ തകരാറെന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നു. ഓഫീസിലെത്തുന്നവരോട് മറ്റ് കമ്പനികളെ ആശ്രയിക്കാൻ നിർദ്ദേശം. ഇടപാടുകൾ നടത്താത്തത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കാൻ എന്ന് സംശയം. ഒരാഴ്ച കൊണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിന് നഷ്ടപ്പെട്ടത് ആയിരക്കണക്കിന് ഇടപാടുകാരെ. നാഷണൽ ഇൻഷുറൻസിന് ഒരാഴ്ച കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും ഉണ്ടായി. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന മോഹന വാഗ്ദാനങ്ങൾ അവഗണിച്ച് പൊതുമേഖലാ സ്ഥാപനത്തെ തേടിയെത്തുന്നവരാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇടപാടുകാർ. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി പുതിയ പോളിസികൾ എടുക്കാനും വാഹന ഇൻഷുറൻസ് ഉൾപ്പെടെ പുതുക്കാനും എത്തുന്നവരെ മറ്റ് കമ്പനികളിൽ പോകണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉദ്യോഗസ്ഥർ. സോഫ്റ്റ്വെയർ തകരാർ സംഭവിച്ചതിനാൽ ഇടപാടുകൾ നടക്കുന്നില്ല എന്നാണ് വിശദീകരണം. നാഷണൽ ഇൻഷുറൻസിന്റെ കോഴിക്കോട് ഓഫീസിൽ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം ഇങ്ങനെ. നമസ്കാരം, നാഷണൽ ഇൻഷുറൻസ് അല്ലേ? സാറേ, ഇൻഷുറൻസ് പുതുക്കുന്നതിന് എന്തെങ്കിലും വൈകുന്നുണ്ടോ? നിങ്ങൾക്ക് തകരാറുണ്ടോ സോഫ്റ്റ്വെയർ? ഞങ്ങളെ സിസ്റ്റം കംപ്ലൈന്റ് ആണ്. ആണോ? അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല? പറ്റാൻ വിഷമാണ്. അപ്പൊ ഈ ഡേറ്റ് ഒക്കെ തീരാനാവുമ്പോ എന്ത് ചെയ്യും സാറേ? കഴിയുമ്പം വേറെ എവിടെയെങ്കിലും പുതുക്കാൻ പറ്റുമെങ്കിൽ പുതുക്കാം. മറ്റു കമ്പനികളിലോ? ആണോ? എത്ര ദിവസം കൊണ്ട് ശരിയാവുന്നൊന്നും അറിയില്ല. ഒന്നും അറിയില്ല, സെർവർ പോയതാ. ഒരാഴ്ചയായി തോന്നുന്നല്ലേ? എക്സോലുള്ള പ്രശ്നം. അപ്പൊ നാഷണൽ ഇൻഷുറൻസിന്റെ ഒരു സ്ഥലത്ത് പോലും ഒരു സ്ഥലത്തും പറ്റണില്ല. കേരളത്തിൽ ഒരു സ്ഥലത്തും പറ്റില്ല അല്ലേ? കേരള അല്ല, ഇന്ത്യ പറ്റണില്ല. മൊത്തത്തിൽ ഇതായിട്ടുള്ളൂ അല്ലേ? അപ്പൊ മറ്റു കമ്പനി പോണല്ലേ സാറേ? ഓക്കെ ഓക്കെ. ബ്രാഞ്ചുകളിൽ എത്തുന്ന ഇടപാടുകാർ ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ കടുത്ത അമർഷവും രേഖപ്പെടുത്തുന്നു. ഞാൻ 19 ഇവിടെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞ് സിസ്റ്റം ഡൗൺ ആണ്, 2 ദിവസം കഴിഞ്ഞിട്ട് പോരുന്നതാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അത് വരാൻ പറ്റില്ല. പിന്നെ ശനി ഞായർ അവധി, പിന്നെ ഇന്നാണ് വരാൻ പറ്റിയത്. അന്ന് ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞ പൈസ ഫുള്ള് ഡോക്യുമെൻ്റ് ഒക്കെ ഇവിടെ വെച്ചോളി, നിങ്ങൾ അടിച്ചിട്ട് എന്നെ കോൾ ചെയ്താൽ മതി, അതൊന്നും പറ്റില്ല, അതൊന്നും ഇതാക്കില്ല. നാഷണൽ ഇൻഷുറൻസിന്റെ രാജ്യത്തെ 2000-ഓളം വരുന്ന എല്ലാ ബ്രാഞ്ചുകളിലും ഇടപാടുകൾ നിലച്ചിരിക്കുകയാണ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇടപാടുകാർ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ തേടിപ്പോകുമ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിന് കോടികളുടെ നഷ്ടം. സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച കാലത്ത് സോഫ്റ്റ്വെയർ തകരാർ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുമോ എന്നതാണ് ഉയരുന്ന സംശയം. സ്വകാര്യ കമ്പനികളെ സഹായിക്കാനാണ് ഇതെന്നും ആക്ഷേപമുയരുന്നു. ഇൻഷുറൻസ് രംഗത്ത് സ്വകാര്യ കമ്പനികൾ ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോഴാണ് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നത്. സോഫ്റ്റ്വെയർ തകരാറ് ഈ സമയത്ത് ഒരാഴ്ചയിലധികമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വാദം വിശ്വാസയോഗ്യമല്ല. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്. കൊല്ലത്ത് 10 മണി പൂക്കൾക്കൊപ്പം അവയെ തഴുകിയും കണ്ടുരസിച്ചും ഓട്ടോയിൽ യാത്ര ചെയ്യാം. സുധീരന്റെ ഓട്ടോയിലാണ് ചെടിച്ചട്ടിയിൽ 10 മണി നട്ടിരിക്കുന്നത്. ഇതാണ് കൊല്ലം തിരുമുല്ലവാരം സ്വദേശി ആ ഓട്ടോക്കാരൻ സുധീരൻ. ഇനി സംഭവകഥ ഇങ്ങനെ. 2 വർഷം മുമ്പ് പരിസ്ഥിതി ദിനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരള മിഷന്റെ ഭാഗമായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് 25 ഓട്ടോകളിൽ 10 മണി ചെടി വെച്ചുപിടിപ്പിച്ചു. ചിലർ 1 മാസം, മറ്റു ചിലർ 1 വർഷം പൂച്ചെടി സംരക്ഷിച്ചു. ഇപ്പോൾ സുധീരന്റെ ഓട്ടോറിക്ഷയിൽ മാത്രമേ 10 മണിപ്പൂവ് വിടരാറുള്ളൂ. രസം ഇതൊന്നുമല്ല. കുരുമുളക് തൈനട്ട് നടത്തിയ പരീക്ഷണം വിജയിച്ചെങ്കിലും സവാരിക്ക് കയറുന്നവർ കുരുമുളക് വ്യാജനാണോ എന്നറിയാൻ ഇല ഇറുത്തെടുത്തു. അതോടെ സുധീരൻ 10 മണിപ്പൂക്കളെ വളർത്തിയെടുത്തു. യാത്രക്കാർക്ക് ഒരു അതിശയം പോലെയാണ് കാര്യം. അവർ ഇതാണുള്ള ആട്ടോ കയറിയിട്ടില്ലെന്ന് പറയുന്നത്. കാര്യം ഇങ്ങനെ ഒരു മരം വെച്ചുള്ളൊരു വണ്ടിക്കകത്ത് ഇതുവരെ കയറിയിട്ടില്ലെന്നാണ് പറയുന്നത്. അവർ കയറുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണെന്നുള്ള സംശയം കൊണ്ട് അത് പിച്ചിക്കൊണ്ട് പോയി കൂടെ ചെയ്യുകയാണ്. ഞാൻ ഇതിനകത്തൊരു കുരുമുളക് തൈ ഇതിനകത്ത് വെച്ചിരുന്നു, അതിൻ്റെ ഇല മൊത്തം പിച്ചിക്കൊണ്ട് പോയിക്കണം. ഓട്ടോയിൽ കയറുന്നവർ പൂക്കളെ ആസ്വദിച്ച് യാത്ര ചെയ്യും. KSRTC സ്റ്റാൻഡിൽ എത്തുന്നവർ 10 മണിപ്പൂവുള്ള ഓട്ടോയെ തിരയുന്നതും പതിവാണ്. വിനോദസഞ്ചാര വകുപ്പിന്റെ അംഗീകാരമുള്ള ഗൈഡ് കൂടിയാണ് പ്രകൃതി സ്നേഹിയായ സുധീരൻ. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.
ISRO ചാരക്കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട നമ്പി നാരായണനെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ നമ്പി നാരായണന്റെ കാൽ കഴുകി മാപ്പ് അപേക്ഷിക്കുന്ന ചടങ്ങും നടന്നു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ അധ്യക്ഷൻ പ്രകാശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം ജേക്കബ് ഉമ്മൻ, പ്രവീൺ ഇറവങ്കര എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ദേശീയപാത കുതിരാൻ ഭാഗത്ത് പണി പൂർത്തിയാകാത്ത പ്രദേശവും കുതിരാൻ തുരങ്കവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ സന്ദർശിച്ചു. ഈ ഭാഗത്തെ പണികൾ ഉടൻ പൂർത്തിയാക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയെന്നും കുതിരാൻ തുരങ്കം ജനുവരിയിൽ തുറക്കാൻ തീരുമാനമായെന്നും ഉന്നതാധികാര സമിതി യോഗശേഷം മന്ത്രി പ്രതികരിച്ചു. കരാർ കമ്പനി സർവ്വ വ്യവസ്ഥകളും ലംഘിച്ചുവെന്നും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.